ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ജോയ ലുക്കാസ്. മുസ്ലിം സഹോദരങ്ങൾ അത്യാഹ്ലാദത്തോടെ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരത്തിന് ആയിരങ്ങൾ. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ആർത്താറ്റിൽ 3 പള്ളികളുടെ മേൽക്കൂര തകർന്നു. 16 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. ചലച്ചിത്ര സംവിധായകൻ KR മോഹനൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് സ്വദേശമായ ചാവക്കാട് മണത്തലയിലെ വീട്ടുവളപ്പിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ദിനരാത്രങ്ങൾ കടന്ന് ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. മനസ്സും ശരീരവും ശുദ്ധമാക്കിയ റംസാൻ നൽകിയ പുതുചൈതന്യവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്ത് നിർബന്ധമായ ഓഹരി അർഹിക്കുന്നവരുടെ കയ്യിലെത്തിയെന്ന് ഉറപ്പുവരുത്തിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വിശ്വാസികളുടെ തിരക്കാണ്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും അഭിവാദ്യം ചെയ്തും വീടുകളിലേക്ക് മടങ്ങും. ഉച്ചയൂണിന് ശേഷം ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുന്നതും പെരുന്നാൾ ചടങ്ങാണ്. അനുഗ്രഹ വർഷം പെയ്തിറങ്ങിയ റംസാൻ വിട പറഞ്ഞതോടെ മുസ്ലിം സമൂഹം ആത്മഹർഷത്തോടെയാണ് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. ശക്തമായ ചുഴലിക്കാറ്റിലും മഴയിലും കുന്നംകുളം ആർത്താറ്റ് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ശക്തമായ കാറ്റ് ആഞ്ഞടിച്ചത്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണ് പള്ളിയിലുണ്ടായിരുന്ന 20 പേർക്ക് പരിക്കേറ്റു. പള്ളിയിൽ രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പിരിഞ്ഞുപോയതിനാൽ വൻ ദുരന്തമൊഴിവായി. പള്ളിയിൽ നടക്കേണ്ട യോഗത്തിന് കാത്തിരുന്ന വിശ്വാസികൾക്കാണ് പരിക്കേറ്റത്. പള്ളിയുടെ മേൽക്കൂരയിലെ ഓട് തെറിച്ചു വീണാണ് പലർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഉടനെ വിശ്വാസികളും കുന്നംകുളം പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി. പള്ളിയുടെ മദ്ബഹയുടെ ഭാഗത്തുള്ള ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പറന്നുപോയി. സമീപത്തെ തെങ്ങുകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ കടപുഴകി വീണ് ഓഫീസ് കെട്ടിടം ഉൾപ്പെടെയുള്ളവയുടെ മുകൾ ഭാഗം തകരുകയും ചെയ്തു. പള്ളിയുടെ സെമിത്തേരിയിലെ മരങ്ങൾ മുഴുവനായും ഒടിഞ്ഞു വീണിട്ടുണ്ട്. പുറകുവശത്തുള്ള ധ്യാനമന്ദിരത്തിന്റെ ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂരയും തകർന്നു. പള്ളിയങ്കണത്തിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സെന്റ് മേരീസ് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഹോളി ഫാമിലി പള്ളിയുടെ മേൽക്കൂരയും ചുമരും തകർന്നു വീണു. ഇവിടെ കുർബാന കഴിഞ്ഞ് വിശ്വാസികൾ പോയതിനാൽ ആർക്കും പരിക്കില്ല. സമീപത്തുള്ള ആർത്താറ്റ് സെന്റ് തോമസ് പള്ളിയുടെ മേൽക്കൂരയിലെ ഓടും കാറ്റിൽ നിലംപതിച്ചു. പള്ളിക്കുള്ളിലെ സീലിംഗ് തകർന്നു വീണിട്ടുണ്ട്. ഇവിടെയും കുർബാന കഴിഞ്ഞ് വിശ്വാസികൾ പുറത്തുപോയിരുന്നു. സമീപത്തുള്ള സെന്റ് തോമസ് സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കാർഷിക വിളകൾക്കും നാശനഷ്ടം സംഭവിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ആർത്താറ്റ് സെന്ററിന് സമീപത്തെ വീടിന്റെ മേൽക്കൂര റോഡിലേക്ക് മറിഞ്ഞു വീണു. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ആൽ ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ കടപുഴകി വീണതിനാൽ 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പരിശ്രമത്തിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. വിവരമറിഞ്ഞ് മന്ത്രി AC മൊയ്തീൻ, MLA മാരായ അനിലക്കര, KV അബ്ദുൽ ഖാദർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. TCV കുന്നംകുളം. കുന്നംകുളം മേഖലയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ മന്ത്രി AC മൊയ്തീന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. ആർത്താറ്റ് സ്കൂളും പള്ളിയും സമീപ പ്രദേശവും മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. KV അബ്ദുൽ ഖാദർ MLA, തഹസിൽദാർ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജയശങ്കർ, നഗരസഭാ കൌൺസിലർമാർ, പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ശക്തമായ കാറ്റിലും മഴയിലും കൊട്ടേക്കാടും വിയൂരും വ്യാപക നാശനഷ്ടം. ഞായറാഴ്ച ഉച്ചയ്ക്ക് കൊട്ടേക്കാട് വൻമരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. പ്രദേശത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന ട്രാൻസ്ഫോർമറും നിരവധി പോസ്റ്റുകളും തകർന്നു. മരം വീണതിനെ തുടർന്ന് ട്രാൻസ്ഫോർമറും പോസ്റ്റുകളും റോഡിലേക്ക് വീണു. ഈ സമയം ഇതുവഴി യാത്രക്കാരോ വാഹനങ്ങളോ കടന്നുപോകാത്തത് വൻ ദുരന്തമൊഴിവാക്കി. മരത്തിന്റെ ശിഖരങ്ങൾ വന്നുപതിച്ച് വീടുകളുടെ മതിലും സമീപത്തെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂരയും തകർന്നു. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. കൊട്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണും നാശനഷ്ടമുണ്ടായി. മുരുകൻ കോവിലിന് മുകളിലായാണ് മരം പതിച്ചത്. ഇതോടെ കോവിലിന് മുന്നിലായി സ്ഥാപിച്ചിരുന്ന ചെറു നടപ്പന്തലും നിലംപൊത്തി. ക്ഷേത്രത്തിൽ ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്കും കേടുപാടുണ്ടായി.
പ്രദേശത്തെ നിരവധി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ മരങ്ങളും കടപുഴകിയും ഒടിഞ്ഞും വീണു. കൂടാതെ വാഴയടക്കമുള്ളവ കൂട്ടത്തോടെ ഒടിഞ്ഞു നശിച്ചു. വിയ്യൂർ മണലാറുകാവിലും പല പ്രദേശങ്ങളിലും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായ പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം അടുത്ത ദിവസങ്ങളിൽ മാത്രമേ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ സാധിക്കൂവെന്നും KSEB അധികൃതർ അറിയിച്ചു. TCV തൃശൂർ. കനത്ത കാറ്റിലും മഴയിലും മുണ്ടൂർ, പെരിങ്ങന്നൂർ, പേരാമംഗലം മേഖലകളിൽ വൻ നാശനഷ്ടം. പെരിങ്ങന്നൂരിൽ മരം വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. അരിമ്പൂർ വീട്ടിൽ പ്രമോദിന്റെ വീടാണ് തകർന്നത്. മരങ്ങൾ വീണ് മേഖലയിലെ നിരവധി വൈദ്യുതി കാലുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കനത്ത കാറ്റിൽ നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. നൂറുകണക്കിന് ജാതിമരങ്ങളും വാഴകളും മറ്റ് ഫലവൃക്ഷങ്ങളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. കോലടിയിൽ റോഡിലേക്ക് മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മിന്നൽ ചുഴലിക്കാറ്റിൽ തോളൂർ പഞ്ചായത്തിൽ വൻ നാശനഷ്ടം. തോളൂർ പഞ്ചായത്തിലെ എടക്കളത്തൂർ തെക്കുമുറി, എടക്കളത്തൂർ വടക്കുമുറി, പോന്നൂർ എന്നിവിടങ്ങളിലാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. പഴമുക്കിൽ പരമൻ, തെക്കുപുറത്ത് സരോജിനി, എടക്കളത്തൂർ തോമസ്, ആലാട്ട് വാസു, പതിയാടത്ത് ശകുന്തള, കാണിയത്ത് ഷാജൻ, എടക്കളത്തൂർ രാഘവൻ തുടങ്ങിയവരുടെ 20ഓളം വീടുകളുടെ മേൽക്കൂര മരങ്ങൾ വീണ് തകർന്നു. നിരവധി വീടുകളുടെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നുപോയ നിലയിലാണ്. 10ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. പേരാമംഗലം പോലീസ്, അഗ്നിശമന സേനാംഗങ്ങൾ, പറപ്പൂർ ആക്സ് പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഗുരുവായൂരിൽ പാർക്കിംഗ് ഗ്രൗണ്ടിലെ മരം കടപുഴകി വീണ് 7 കാറുകൾ തകർന്നു. നഗരസഭയുടെ വടക്കേ നടയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലെ മരമാണ് കടപുഴകി വീണത്. ക്ഷേത്ര ദർശനത്തിന് എത്തിയവരുടെ കാറുകളാണ് തകർന്നത്. ആളപായമില്ല. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 9:30 സംഭവം. മടങ്ങിവരാം, ഇടവേള കഴിഞ്ഞു. വാർത്തകളിലേക്ക്. ചലച്ചിത്ര സംവിധായകൻ KR മോഹനൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. തൃശൂർ ചാവക്കാട് സ്വദേശിയാണ്. സംസ്കാരം തിങ്കളാഴ്ച മണത്തലയിലെ വസതിയിൽ നടക്കും. 1 മാസമായി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും IFFKയുടെ ഡയറക്ടറുമായിരുന്നു. രാവിലെ 10 മുതൽ സാഹിത്യ അക്കാദമിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. നിരവധി ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളും മോഹനൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1975 ആദ്യ ചിത്രമായ അശ്വത്ഥാമ സംവിധാനം ചെയ്തത്. മാടമ്പ് കുഞ്ഞുകുട്ടന്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ചിത്രം ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടി. CV ശ്രീരാമന്റെ ചെറുകഥയെ ആസ്പദമാക്കി 1987 സംവിധാനം ചെയ്ത പുരുഷാർത്ഥമാണ് രണ്ടാമത്തെ ചിത്രം. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം പുരുഷാർത്ഥം കരസ്ഥമാക്കിയിട്ടുണ്ട്. 1992 സ്വരൂപം എന്ന ചിത്രവും സംവിധാനം ചെയ്തു. ഭാര്യ പരേതയായ ഡോക്ടർ രാഗിണി. ഇവർക്ക് മക്കളില്ല. തറവാട്ടുമുറ്റത്ത് വീടെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് KR മോഹനൻ യാത്രയായത്. തറവാടിന് സമീപത്തുള്ള സ്ഥലത്ത് വീട് പണി ആരംഭിച്ചിട്ട് 2 വർഷമായി. തിരുവനന്തപുരത്ത് ഏറെക്കാലം ചെലവഴിച്ച മോഹനൻ ബാക്കിയുള്ള നാളുകൾ നാട്ടിൽ ചെലവഴിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വീട് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വീട് പൂർത്തിയാകും മുൻപേ മോഹനൻ വിട പറഞ്ഞു. കഴിഞ്ഞ മാസം മോഹനൻ നാട്ടിലെത്തിയിരുന്നു. സൗദിയിലുണ്ടായ വാഹനാപകടത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. വെള്ളിക്കുളങ്ങര കറപ്പം വീട്ടിൽ 50 വയസ്സുള്ള അഷ്റഫ്, ഭാര്യ 40 വയസ്സുള്ള റസിയ, ഇവരുടെ മകൾ എന്നിവരാണ് മരിച്ചത്. മക്ക മദീന ഹൈവേയിലാണ് അപകടമുണ്ടായത്. പഴയന്നൂർ കുമ്പളക്കോട്ട് പാടശേഖരത്തിൽ ചാക്കിൽ കെട്ടി കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തി. കാണാതായ കുമ്പളക്കോട്ട് വെള്ളപ്പാറ സ്വദേശി ഒറവിങ്കൽ വീട്ടിൽ വേശനാണ് മരിച്ചതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. വേശനെ കാണാനില്ലെന്ന പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്വേഷണം നടത്തുന്നതിനിടെ കുമ്പളക്കോട്ട് പാടശേഖരത്തിലെത്തിയ പോലീസ് സംഘം ഷോക്കേറ്റ് ചത്തുകിടക്കുന്ന മാനിനെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശത്ത് പരിശോധന നടത്തുകയായിരുന്നു. പുത്തൂരിൽ ഗൃഹനാഥൻ കിണറ്റിൽ വീണ് മരിച്ച സംഭവം പോലീസിനെ കണ്ട് ഭയന്നോടിയതിനാലാണെന്ന് ആക്ഷേപം. പുത്തൂർ സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പാലക്കാട് പൊള്ളാച്ചി പാതയുടെ ഗേജ് മാറ്റം പൂർത്തിയായതിനെ തുടർന്ന് റെയിൽവേ താൽക്കാലികമായി ആരംഭിച്ച എറണാകുളം രാമേശ്വരം ട്രെയിൻ സർവീസ് നിർത്തിയതിൽ യാത്രക്കാരുടെ പ്രതിഷേധമേറി. യാത്ര തുടങ്ങിയത് മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് പോലും ലഭ്യമല്ലാത്ത വിധത്തിൽ യാത്രക്കാർ നിറഞ്ഞ് ഓടാറുള്ള ട്രെയിനിന്റെ സർവീസ് നിർത്തരുതെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. താൽക്കാലികമായി നടത്തിയ ട്രെയിൻ സർവീസ് യാത്രക്കാരുടെ ആവശ്യത്തെ തുടർന്ന് 4 മാസത്തോളം നീട്ടി നൽകിയിരുന്നു. ഞായറാഴ്ചകളിൽ മാത്രമുള്ള ഈ സർവീസ് പ്രതിദിന എക്സ്പ്രസ് ആക്കി സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. യാത്രക്കാരുടെ ആവശ്യത്തെ തുടർന്ന് എറണാകുളം രാമേശ്വരം ട്രെയിൻ സ്ഥിരപ്പെടുത്തി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും റെയിൽവേ അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. മറ്റൊരു ഇടവേള. വാർത്തകളിലേക്ക്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന അയ്യന്തോൾ തൃക്കുമാരംകുളം കുളത്തിന് ശാപമോക്ഷമായി. ഒരു കൂട്ടം യുവാക്കളുടെ കഠിന പ്രയത്നമാണ് കുളത്തിന് പുതുജീവൻ നൽകിയത്.
അയ്യന്തോൾ തൃക്കുമാരകുടം നിവാസികൾക്ക് ഇത് സ്വപ്ന സാഫല്യമാണ്. വർഷങ്ങളായി ചണ്ടിയും പായലും നിറഞ്ഞ് ഉപയോഗശൂന്യമായി നിലകൊള്ളുകയായിരുന്നു ഈ കുളം. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരും പ്രദേശവാസികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതരാരും നീരുറവ വറ്റാത്ത ഈ ജലാശയത്തെ കണ്ടില്ലെന്ന് നടിച്ചു. ഏതു കൊടും വേനലിൽ പോലും വറ്റാത്ത ഈ കുളമാണ് ഭരണസ്ഥിരാ കേന്ദ്രമായ അയ്യന്തോളിന്റെ ജലവിധാനം താഴാതെ നിയന്ത്രിച്ചു പോരുന്നത്. കുളത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ഒരു കൂട്ടം യുവാക്കളുടെയും പ്രദേശവാസികളുടെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഒടുവിൽ കുളത്തിന്റെ പുനരുദ്ധാരണം നടത്തിയത്. 25ഓളം പേർ 25ൽ പരം ദിവസങ്ങൾ കൊണ്ടാണ് 3 ഏക്കറിലധികം വരുന്ന കുളത്തിലെ ചണ്ടിയും പായലുമെല്ലാം നീക്കം ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചത്. കാലവർഷത്തിൽ ജലസമൃദ്ധമായി നിലകൊള്ളുന്ന തൃക്കുമാരൻകുടം കുളത്തിന്റെ ഹരിതാപം നിറഞ്ഞ പുതുകാഴ്ച ഓരോ പ്രദേശവാസികളിലും സന്തോഷം പകരുന്നതായി മാറി. കോർപ്പറേഷൻ കൗൺസിലറും DCC ജനറൽ സെക്രട്ടറിയുമായ A. പ്രസാദ്, കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K. രാമനാഥൻ, R. മണികണ്ഠൻ, TN രാജീവ്, ഷാജു ചേലാട്ട്, ഇസ്മയിൽ ഷെരീഫ് എന്നിവരാണ് കുളം ഉപയോഗപ്രദമാക്കി സംരക്ഷിക്കുന്നതിന് നേതൃത്വം നൽകിയത്. സംരക്ഷണത്തിന്റെ ഭാഗമായി കുളത്തിന്റെ വശങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ട് ഹരിതവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. TCV തൃശൂർ. BJP നേതാവിന്റെ കള്ളനോട്ടടിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. അറസ്റ്റിലായ OBC മോർച്ച മണ്ഡലം സെക്രട്ടറി ഏരാശ്ശേരി രാഗേഷിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു തെളിവെടുപ്പ്. ഇയാൾ പ്രിന്റർ വാങ്ങിയ കൊടുങ്ങല്ലൂർ തെക്കേനടയിലെ കമ്പ്യൂട്ടർ സ്ഥാപനം, ബോണ്ട് പേപ്പർ വാങ്ങിയ ചന്തപുര ബസ് സ്റ്റാൻഡ് പരിസരത്തെ പേപ്പർ മാർട്ട്, 2000ന്റെ കള്ളനോട്ട് മാറ്റാൻ ശ്രമിച്ച പുരി ബസാറിലെ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. 3 ഇടങ്ങളിലെയും ജീവനക്കാർ പ്രതിയെ തിരിച്ചറിഞ്ഞു. കൊടുങ്ങല്ലൂർ CI PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ശ്രീനാരായണപുരം 5 പരത്തിയിലുള്ള വീട്ടിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടും കള്ളനോട്ടടിക്കാൻ ഉപയോഗിച്ച പ്രിന്ററും പിടികൂടിയത്. തൃശൂരിലെത്തിയ ശൃംഗേരി ശ്രീ ശാരദാപീഠം ശങ്കരാചാര്യ സ്വാമിമാർ വടക്കുനാഥ ക്ഷേത്രത്തിലും പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി. കേരള വിജയയാത്രയുടെ ഭാഗമായി തൃശൂരിലെത്തിയ ശൃംഗേരി ശ്രീ ശാരദാപീഠം ഭാരതി തീർത്ഥ ശങ്കരാചാര്യ സ്വാമിയും ഉത്തരാധികാരി വിധു ശേഖര ഭാരതി ശങ്കരാചാര്യ സ്വാമിയുമാണ് ക്ഷേത്ര ദർശനം നടത്തിയത്. ഞായറാഴ്ച രാവിലെ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലും തുടർന്ന് പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലും എത്തിയ സ്വാമിമാരെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ബ്രാഹ്മണ സഭാ പ്രതിനിധികളും അഗ്രഹാര നിവാസികളും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രം ഹാളിൽ ഭക്തജനങ്ങൾക്ക് സ്വാമിമാരെ ദർശിക്കാനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കി നൽകി. ഭക്തർ ഗുരുപാദ പൂജ, ശാരദാംബാൾ പാദപൂജ, വസ്ത്രസമർപ്പണം, ഭിക്ഷാവന്ദനം എന്നിവയും അർപ്പിച്ചു. ഇനി TCV തേർഡ് ഐ. മാലിന്യ പ്രശ്നങ്ങൾക്ക് മുകളിലിരുന്ന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഈ തെരുവ് കച്ചവടക്കാരൻ. കുന്നംകുളം നഗരത്തിൽ നിന്നും ഒരു കാഴ്ച. കാലവർഷം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മഴക്കാല രോഗങ്ങൾ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് യോഗങ്ങൾ നടത്തുന്ന തിരക്കിലാണ് ഈ കച്ചവടക്കാരൻ. കുന്നംകുളം നഗരത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ലക്ഷങ്ങൾ ചിലവിടുമ്പോഴും നഗരത്തിൽ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ ദിവസം തോറും കൂടി വരികയാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ അരി മാർക്കറ്റിന് സമീപമാണ് ഈ കാഴ്ച. അജ്ഞാതർ വലിച്ചെറിഞ്ഞ മാലിന്യത്തിന് മുകളിലിരുന്ന് എലിവിഷം കച്ചവടം നടത്തുകയാണ് ഇദ്ദേഹം. നഗരത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കാതെ യോഗങ്ങൾ നടത്തുകയാണ് നഗരസഭ. നഗരത്തിൽ മാലിന്യങ്ങൾ സ്ഥിരം കാഴ്ചയാണ്. കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പവനൻ അനുസ്മരണവും മതമില്ലാത്ത ജീവൻ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും പവനൻ അനുസ്മരണ പ്രഭാഷണവും കേരള യുക്തിവാദി സംഘം രക്ഷാധികാരി U. കലാനാഥൻ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. പവനന്റെ സഹധർമ്മിണി പാർവതി പവനൻ, ഗംഗൻ അഴീക്കോട്, ധനുവച്ചപുരം സുകുമാരൻ, TK ശക്തിധരൻ, ഇരിങ്ങൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അവാർഡ് ദാനവും നടന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ വജ്ര ജൂബിലിയോടനുബന്ധിച്ചുള്ള കലോത്സവ പരിപാടികൾ തൃശൂരിൽ തുടരുന്നു. റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന കലോത്സവ പരിപാടിയുടെ 9ാം ദിവസമായ ഞായറാഴ്ച തിരുവനന്തപുരം ആരാധനയുടെ അതൊരു കഥയാണ് എന്ന പ്രൊഫഷണൽ നാടകം അരങ്ങേറി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രൊഫഷണൽ നാടക മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നാടകം കൂടിയായിരുന്നു ഇത്. നാടകം ആസ്വദിക്കാൻ നിറഞ്ഞ സദസ്സാണ് തിയേറ്ററിൽ എത്തിയിരുന്നത്. തിങ്കളാഴ്ച മണ്ണൂർ ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കുറവനും കുറത്തിയും എന്ന പൊറാട്ട് കളിയും
മനു മങ്കൊമ്പും സംഘവും അവതരിപ്പിക്കുന്ന ഗോസ്റ്റ് വില്ല എന്ന മാജിക് ഷോയും അരങ്ങേറും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. മറ്റൊരു ഇടവേള. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്ര കൂത്തമ്പലത്തിൽ 3.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അരങ്ങുണർന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ 3.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൂത്ത് അരങ്ങേറി. നവീകരണത്തിന് ശേഷം കൂടൽമാണിക്യം കൂത്തമ്പലത്തിലെ ആദ്യത്തെ കൂത്ത് നടത്തിയത് അമ്മനൂർ കുട്ടൻചാക്യാർ ആയിരുന്നു. എടാട്ട് വിജയൻ നമ്പ്യാർ മിഴാവുകുട്ടി, അപർണ നങ്ങ്യാർ നങ്ങ്യാരമ്മയായും അരങ്ങത്തെത്തി. ദിക്പാലകരെയും ബ്രാഹ്മണരെയും വന്ദിക്കുന്ന കൂത്ത് പുറപ്പാടാണ് അരങ്ങേറിയത്. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ കൂത്തമ്പലമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലുള്ളത്. വലിയ ഉരുളൻ തൂണുകൾ ഇവിടത്തെ പ്രത്യേകതയാണ്. ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായി വടക്കോട്ട് ദർശനം തരുന്ന രീതിയിലാണ് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യ കലകളായ ചാക്യാർകൂത്ത്, കഥകളി, നങ്ങ്യാർകൂത്ത് തുടങ്ങിയവ അവതരിപ്പിക്കാനുള്ള പ്രദർശനവേദിയാണ് ഇത്. 2012 സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മദിന വാർഷികത്തിന്റെ ഭാഗമായി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് അനുവദിച്ച 3 കോടിയോളം ചിലവഴിച്ചാണ് കൂത്തമ്പലം നവീകരിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലായിരുന്നു നവീകരണം. നവീകരണത്തിന് ശേഷമുള്ള ആദ്യ കൂത്തിന് മുൻപായി ദിക്പാലക പൂജ, കലശം തുടങ്ങി വിശേഷാൽ പൂജകൾ നടന്നു. നെടുമ്പുള്ളി പരമേശ്വരൻ നമ്പൂതിരി, സതീശൻ നമ്പൂതിരി, കണിമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ചെമ്മാപ്പിള്ളി നാരായണൻ നമ്പൂതിരി, മേൽശാന്തി പുത്തിലത്ത് ഹരി നമ്പൂതിരി എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. നാട്ടികയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു. നാട്ടിക സ്വദേശി വാഴക്കുളത്ത് അക്ഷയ്ക്കാണ് പരിക്കേറ്റത്. നാട്ടിക SN കോളേജിന് സമീപമായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ യുവാവിനെ തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് KSRTC സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ബസിന്റെ കന്നിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് ടിക്കറ്റ് ട്രാക്ക് കൈമാറി. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് VG ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ, കൌൺസിലർ KR ജൈത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കാഴ്ചവട്ടം. ജനം പനിച്ചു വിറയ്ക്കുമ്പോൾ ശമ്പളം പോരെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിനിറങ്ങിയത് വേദനാജനകമായ നടപടിയായിപ്പോയി. ആതുര സേവനത്തിൽ കാരുണ്യത്തിനാണ് മുൻഗണന എന്നറിയാത്തവരുടെ ദയനീയമായ മേഖലയിൽ പാവപ്പെട്ട രോഗികളെ ചൂഷണം ചെയ്യുന്നത് നിർത്താനും നടപടിയുണ്ടാകണം. ഏതെങ്കിലും ഒരു രോഗി ആശുപത്രിയിൽ വന്ന് കിട്ടിയാൽ അവനെ പിഴിയുക എന്ന തന്ത്രം പല സ്വകാര്യ ആശുപത്രികളുടെയും സൂത്രമാണ്. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൊള്ളക്കാരുടെ വേഷമണിയുന്നത് നിർത്തിക്കാനും സർക്കാരിന് ത്രാണി വേണം. സർക്കാർ കൊള്ളക്കാരോടൊപ്പം കൂടുന്ന സമീപനം സ്വാശ്രയ രംഗത്ത് നാം കണ്ടു. മെഡിക്കൽ സീറ്റിന് ഒരു ന്യായീകരണവുമില്ലാതെ ലക്ഷങ്ങളാണ് ഫീസിനത്തിൽ കൂട്ടിക്കൊടുത്തത്. നഴ്സുമാരുടെ അനുഭവം മറ്റു മേഖലകളിലുമുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ മുഴുത്ത ശമ്പളത്തിന്റെ 4/1 ശമ്പളം പോലും അൺഎയ്ഡഡ് മേഖലയിലില്ല. ആരും അത് ശ്രദ്ധിക്കുന്നുമില്ല. തൊഴിലാളി ഐക്യം പറയുന്നവർ ഭരണം കിട്ടിയാൽ കവാത്തു മറക്കുന്നത് നമ്മുടെ ദുരന്തം. ഗുരുതരമായ മാരരോഗം പടർന്നു പിടിച്ച് നാട് മുഴുവൻ പേടിച്ചു കഴിയുമ്പോൾ നഴ്സുമാർ സമരത്തിനിറങ്ങിയത് വലിയ അനീതിയായി. സമരം ചെയ്യാൻ ഈ മരണക്കളിയുടെ സമയമല്ല തെരഞ്ഞെടുക്കേണ്ടത്. ഗവൺമെന്റ് ആശുപത്രികളിൽ ദുരിതമാണ്. അതിനാൽ കടം വാങ്ങിയും ജീവൻ രക്ഷിക്കാൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. രോഗികളെ മടക്കി അയക്കുക, ചികിത്സ നിഷേധിക്കുക, നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യുക, ഇതൊക്കെ തീക്കളിയാണ്. 1 മണിക്കൂർ വരെ സമയം കളയാനില്ലാതെ ചികിത്സിക്കേണ്ട സമയത്ത് രോഗികളെ കണ്ണീര് കുടിപ്പിക്കുന്നതല്ല ആതുര സേവനമെന്ന് ഡോക്ടർമാരും നഴ്സുമാരും സവിനയമോർക്കണം. സമരം ചെയ്യാൻ ഇനിയുമുണ്ട് സമയം. ആദ്യം ജീവൻ രക്ഷിക്കണം, എന്നിട്ട് വേണം ശമ്പളക്കണക്ക്. അത് ആ ജോലിയുടെ ധാർമ്മികതയാണ്. ശമ്പളം ദിവസം 1000-ഉം 2000-ഉമായി വർദ്ധിപ്പിച്ചാൽ ആരാണ് ഭാരം വഹിക്കേണ്ടി വരിക? സാധാരണക്കാരൻ, പാവങ്ങൾ. അവരുടെ ചികിത്സാ ചെലവ് ഇരട്ടിയാകും, ചൂഷണം 4 ഇരട്ടിയാകും. ഒരു മാനേജ്മെന്റിനും ഒന്നും നഷ്ടപ്പെടില്ലെന്ന് സമരക്കാർ ഓർക്കുന്നത് നന്ന്. മദ്യത്തിന് വില കൂടുമ്പോൾ അതിനനുസരിച്ച് നിർമ്മാണ രംഗത്ത് കൂലിയാണ് കൂടിയിരുന്നത്. അതനുസരിച്ച് വിലക്കയറ്റവുമുണ്ടായി. പുര കത്തുമ്പോൾ ഭാഗം ചോദിച്ച് വഴക്കുണ്ടാക്കുകയല്ലല്ലോ വേണ്ടത്.
ഡെങ്കിപ്പനി ബാധിച്ച് മരണം തുടർക്കഥയാകുമ്പോൾ, ഡെങ്കിപ്പനി ബാധിച്ച് ആയിരങ്ങൾ പേടിച്ച് ഉള്ളുരുകി കഴിയുമ്പോൾ, സമരവും മുഷ്ടിചുരുട്ടലും കാലം മാപ്പ് തരാത്ത അപരാധമായി പോയി. ആശുപത്രിയിൽ ചെന്ന് നരകയാതന അനുഭവിച്ചവർക്ക് അക്കാര്യം ബോധ്യമാവും. ആതുര സേവനത്തിൽ കരുണയ്ക്കാണ് ആദ്യം പരിഗണന, പിന്നെയാണ് മറ്റെല്ലാം. കരുണയില്ലെങ്കിൽ ഡോക്ടറായാലും കൊള്ളാം, നഴ്സായാലും കൊള്ളാം, എല്ലാം തരംതാണ ബിസിനസ് മാത്രം. അനുബന്ധം: നഴ്സുമാരുടെ സമരം തീർക്കാൻ ആദ്യം കരാർ ഒപ്പിട്ട സ്വകാര്യ ആശുപത്രിക്കെതിരെ വാളെടുത്തിരിക്കുകയാണ് ആശുപത്രി അസോസിയേഷൻ. എല്ലാം തനിക്കാക്കി വടക്കാക്കിയാലേ തൃപ്തിയാകൂ. പനി പടരുന്നു എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് ഒരു മന്ത്രി പറഞ്ഞു. ഡെങ്കിപ്പനി പറഞ്ഞ് ഭീതി പരത്തരുതെന്ന ഒരു പാത്തോളജി ഡോക്ടറുടെ ഉപദേശം പിന്നാലെ വന്നു. ശരിയാണ്, ഡെങ്കി വരുന്നത് വരെ ശുഭം. കൊടുങ്ങല്ലൂർ SN പുരത്തെ കള്ളനോട്ട് കേസിൽ ഒരാളെ കൂടി പോലീസ് പിടികൂടി. നേരത്തെ അറസ്റ്റിലായ OBC മോർച്ച മണ്ഡലം സെക്രട്ടറി ഏരാശ്ശേരി രാകേഷിന്റെ സഹോദരനും യുവമോർച്ച മേഖലാ കമ്മിറ്റി ഭാരവാഹിയുമായ രാജീവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം തൃശൂരിൽ നിന്ന് ഞായറാഴ്ച രാത്രിയോടെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് പോളിടെക്നിക് ഡയറക്ടർ ഫാദർ ജോയ് വൈദ്യക്കാരനെ സാമൂഹിക വിരുദ്ധർ ക്രൂരമായി മർദ്ദിച്ചതിൽ വ്യാപക പ്രതിഷേധം. KCYM-ന്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബിഷപ്പ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രൂപതാ ചാൻസലർ ഫാദർ ക്ലമന്റ് ചിറയത്ത് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. KCYM ഡയറക്ടർ ഫാദർ ലിജോ മഞ്ഞത്രക്കാരൻ, പ്രസിഡന്റ് ലാജോ, ക്രൈസ്റ്റ് ആശ്രമാധികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാത്തലിക് സെന്റർ എൽഡേഴ്സ് ഫോറവും പ്രതിഷേധം രേഖപ്പെടുത്തി. അടിയന്തരാവസ്ഥയുടെ 42ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജശേഖര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ സമിതി അംഗം PS ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി K ഗോപിനാഥൻ, PS അനന്തനാരായണൻ, അഡ്വക്കേറ്റ് നിവേദിത, AC കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനതാദൾ U ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനതാ പാർട്ടി രൂപീകരണത്തിന്റെ 40ാമത് വാർഷികത്തോടനുബന്ധിച്ച് അടിയന്തരാവസ്ഥയും സോഷ്യലിസവും ഇന്നത്തെ ഇന്ത്യയും എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജനതാദൾ U ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് യൂജീൻ മൊറേലി അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകൻ K കൃഷ്ണകുമാർ വിഷയാവതരണം നടത്തി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫ്രാങ്കോ ലൂയിസ്, അജി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മുസ്ലിം സഹോദരങ്ങൾ അത്യാഹ്ലാദത്തോടെ ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരത്തിന് ആയിരങ്ങൾ. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ആർത്താറ്റിൽ 3 പള്ളികളുടെ മേൽക്കൂര തകർന്നു. 16 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. ചലച്ചിത്ര സംവിധായകൻ KR മോഹനൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് സ്വദേശമായ ചാവക്കാട് മണത്തലയിലെ വീട്ടുവളപ്പിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി, Joya Lucas.